ആലുവയിൽ അതിഥി തൊഴിലാളിയുടെ 4 വയസ്സുള്ള മകളെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിന് ഇന്നേക്ക് 1 വർഷം. പ്രതി അസഫാഖ് ആലത്തിന് വിചാരണ കോടതി വധശിക്ഷ വിധിച്ചിരുന്നു. ക്രൂര കൊലപാതകത്തിന് നീറ്റൽ കേരളത്തിൽ ഇനിയും മാഞ്ഞിട്ടില്ല. ഈ അമ്മയുടെ കരച്ചിലങ്ങനെ മലയാളികൾക്ക് പെട്ടെന്ന് മറക്കാനാവില്ല. ഒരുപാട് പ്രതീക്ഷകളുമായി ബീഹാറിൽ നിന്ന് കേരളത്തിലേക്ക് എത്തിയ കുടുംബം. അതിലൊരു 4 വയസ്സുകാരിയും ഉണ്ടായിരുന്നു. അസഫാഖ് ആലം എന്ന കൊടും കുറ്റവാളി 4 വയസ്സുകാരിയെ കൊന്നു കുഴിച്ചുമൂടിയിട്ട ഇന്നേക്ക് 1 വർഷം. കുട്ടിയെ കാണാനില്ല എന്ന വാർത്ത വന്നത് മുതൽ ഒരപകടവുമില്ലാതെ തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിലായിരുന്നു നാടൊന്നാകെ. പക്ഷേ ആലുവ മാർക്കറ്റിന് സമീപമുള്ള കുറ്റിക്കാട്ടിൽ നിന്ന് ലഭിച്ചത് 4 വയസ്സുകാരിയുടെ ചേതനയറ്റ ശരീരം. അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ പോലീസിനെതിരെ ഉയർന്നത് രൂക്ഷ വിമർശനം. ഇതെല്ലാം മറികടന്നുകൊണ്ട് എറണാകുളം റൂറൽ എസ് പി ആയിരുന്ന വിവേക് കുമാറിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. സംഭവം നടന്ന 37-ാം ദിവസം കുറ്റപത്രം സമർപ്പിച്ചു. 100 സാക്ഷികളെയും വിസ്തരിച്ചു. 21-ാം ദിവസം വിചാരണ പൂർത്തിയായി. അഡ്വക്കേറ്റ് മോഹൻ രാജായിരുന്നു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ വർഷം നവംബർ 14 ശിശുദിനത്തിന്റെ അന്ന് ശിശുഘാതകനായ അസഫാഖ് ആലത്തിന് കോടതി തൂക്കുകയർ വിധിച്ചു. നിലവിൽ വിയ്യൂർ ജയിലിൽ ശിക്ഷ അനുഭവിക്കുകയാണ് അസഫാഖ് ആലം. ആലുവയിൽ 4 വയസ്സുകാരിക്കേറ്റ ക്രൂരപീഡനം അവസാനത്തേതാകുമെന്ന് പോലീസും അധികാരവർഗങ്ങളും ഒരുപോലെ പറഞ്ഞിരുന്നു. 1 മാസത്തിനിപ്പുറം എടയപ്പുറത്ത് 8 വയസ്സുകാരിയെ വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു. പെരുമ്പാവൂരിൽ 14 വയസ്സുകാരിക്കും 3 വയസ്സുകാരിക്കും ലൈംഗിക അതിക്രമണം നേരിട്ടു. ആലുവയിൽ മാത്രമല്ല സംസ്ഥാനത്തുടനീളം പോക്സോ കേസുകളിൽ ഗണ്യമായ വർധനവാണ് ഉണ്ടായത്. ഒരു വശത്ത് ബോധവൽക്കരണവും പോലീസ് നടപടിയും ഒക്കെ നടക്കുന്നുണ്ടെങ്കിലും കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമ കേസുകളുടെ എണ്ണത്തിൽ കുറവൊന്നും സംഭവിച്ചിട്ടില്ല. മാതൃകാപരമായ ശിക്ഷ നൽകാത്തതാണ് ഇതിന് കാരണമെന്ന് പൊതുസമൂഹം വിമർശനമായി ഉയർത്തുന്നുണ്ട്. ആലുവ കേസിൽ പോലീസും കോടതിയും സ്വീകരിച്ച ജാഗ്രതയും മാതൃകാപരമായ ഇടപെടലും പോക്സോ കേസുകളിൽ തുടർന്നും സ്വീകരിക്കാവുന്നതാണ്. അങ്ങനെയെങ്കിൽ കുട്ടികൾ നേരിടുന്ന പ്രതിസന്ധികൾക്ക് ഒരു പരിധിവരെ പരിഹാരം കാണാനാകും. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24.